ഷൈൻ ടോം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഷൈൻ ഓൾറെഡി വൈറലാണ്. ഏത് ഇന്റർവ്യൂവിൽ ഷൈൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വൈറലാവും. പക്ഷെ എനിക്ക് എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എൻ്റെ സിനിമകളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനങ്ങനെ ഒരുപാട് സ്ത്രീവിരുദ്ധമായിട്ടുള്ള സിനിമകളൊന്നും ചെയ്തിട്ടില്ല. പണ്ടെന്ന് നമ്മൾ ആഘോഷിച്ചിരുന്ന സിനിമയിലെ ത്യാഗം ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇന്ന് ചിലപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ അശ്ലീലമായിട്ട് തോന്നും. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഷൈൻ്റെ 100ാമത്തെ സിനിമയാണ്. ബോധപൂർവമായിട്ട് സ്ത്രീയെ മോശമാക്കുന്ന ഒരു സംഭാഷണമോ ഒരു സീനോ എൻ്റെ സിനിമയിൽ ഉള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇനി ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. കൗമുദിയുടെ എല്ലാ പ്രേക്ഷകർക്കും സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയെ പരിചയപ്പെടുത്താനായിട്ട് ഇദ്ദേഹം സംവിധാനം ചെയ്ത ഒരുപിടി സിനിമകളുടെ പേരുകൾ മാത്രം പറഞ്ഞാൽ മതി. മിഴിനീർ പൂവുകളിൽ തുടക്കം കുറിച്ചപ്പോൾ തന്നെ മലയാളികൾ ഒന്നടങ്കം പറഞ്ഞു, നമുക്ക് നല്ല സിനിമകളുടെ ഒരു പൂക്കാലം വരവായെന്ന്. ഓർക്കാപ്പുറത്ത് ഉണ്ണികളോട് കഥ പറഞ്ഞു, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ പങ്കുവച്ചു, ഉള്ളടക്കമുള്ള നല്ല സിനിമകളെ തേടി രാപ്പകൽ അലഞ്ഞു. ഒടുവിൽ ഒരായുഷ്കാലം നമുക്ക് കണ്ടിരിക്കാവുന്ന നിറമുള്ള സിനിമകൾ സമ്മാനിച്ച് ഇന്നും പ്രാദേശിക വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ സ്വന്തം പാവം പാവം രാജകുമാരൻ കമൽ സാറാണ് ഇന്ന് ആഗതനായിരിക്കുന്നത്. സ്വാഗതം സിൽവർ സ്ക്രീനിലേക്ക്. അപ്പോൾ നമുക്ക് മഴയത്ത് മുൻപേ പരിപാടി തുടങ്ങല്ലേ? ഓക്കെ. വിവേകാനന്ദൻ വൈറലാണ് എന്നുള്ള ടൈറ്റിൽ തന്നെ ഒരുപാട് ക്യാച്ചിയാണ്. സാറിൻ്റെ പഴയ സിനിമകൾ നോക്കിയാലും തുടക്കം മുതൽ തന്നെ ടൈറ്റിലും ഒരുപാട് ഈ പറഞ്ഞ പോലെ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതി നമുക്ക് വായിച്ചെടുക്കാനും കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വിവേകാനന്ദൻ വൈറലാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കമൽ സാറിനെ സംബന്ധിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ ട്രെൻഡി ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിനോട് ചേരുന്ന രീതിയിലുള്ളൊരു ടൈറ്റിലാണ്. അപ്പോൾ നമുക്ക് ആ ടൈറ്റിലിൽ നിന്ന് തന്നെ തുടങ്ങാം. പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 10-25 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഉണ്ടാവില്ലല്ലോ. കാരണം വൈറൽ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് പരിചിതമല്ല. അതെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മളെല്ലാ കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഏത് മേഖലയെക്കുറിച്ചുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ആൾക്കാരെ ആകർഷിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് വൈറലാവും. അതെ ഇല്ലേ? അത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാവാം, അല്ല തമാശ ആവാം, എന്തായാലും ശരി. അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ്താവന പ്രസിദ്ധി ഉണ്ടാവാം, കുപ്രസിദ്ധിയും പ്രസിദ്ധിയും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഞാൻ ഈ ടൈറ്റിൽ ആലോചിച്ചതെന്ന് വെച്ചാൽ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഷൈൻ ടോം ചെയ്യുന്ന ക്യാരക്ടർ. അപ്പോൾ ഷൈൻ ടോം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഷൈൻ ഏത് ഇന്റർവ്യൂവിൽ ഷൈൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വൈറലാവും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വൈറലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പേരാണ്. പിന്നെ ഈ കഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എലിമെൻ്റ് തന്നെ ഈ സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിവേകാനന്ദൻ വൈറലാകുന്നത് ഈ സിനിമയുടെ തന്നെ ഒരു ബാക്ക് ബോൺ ആണെന്ന് പറയാം. അല്ലാണ്ട് വെറുതെ കഥയായിട്ട് ബന്ധമില്ലാത്തൊരു ടൈറ്റിൽ ഇട്ടേക്കുന്നതല്ല, കഥയായിട്ട് നല്ല ബന്ധമുണ്ട്. ഈ ഷൈൻ ടോമിനെ കാസ്റ്റ് ചെയ്തതിന് ശേഷമാണോ ഇങ്ങനെ വൈറലാണെന്നുള്ളത്, അതോ നേരെ തിരിച്ചാണോ? അല്ല, ടൈറ്റിൽ നേരത്തെ തന്നെ ഞാൻ തീരുമാനിച്ചു. കഥ ഇങ്ങനെ ഏകദേശം ഒരു ഫോമായി കഴിഞ്ഞപ്പോൾ തന്നെ ടൈറ്റിൽ ഇതാണെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് ഞാൻ ഷൈൻ്റെ അടുത്ത് കഥ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷൈൻ ചെയ്തപ്പോൾ അതിന് രണ്ടും കൂടി ഏഡായി. ഈ എനിക്ക് തോന്നുന്നു സാറിന് പിന്നെ അസിസ്റ്റ് ചെയ്ത ആളല്ലേ? അതെ. ഷൈൻ എൻ്റെ കൂടെ നമ്മൾ മുതൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ആളാണ്. 7-8 വർഷം അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. അന്ന് എപ്പോഴെങ്കിലും അഭിനയിക്കാനോ അല്ലെങ്കിൽ ഉള്ളിലൊരു നടനുണ്ടെന്നോ കണ്ടെത്തിയിരുന്നോ ഷൈൻ? അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദിലീപ് അതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഇവരൊക്കെ അഭിനയിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ചിലരൊക്കെ. അവർ പക്ഷെ എന്നോട് അത് പറയില്ല, മനസ്സിലായില്ല. കാരണം അവരുടെ ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ട് സിനിമ ഒന്ന് പഠിക്കുക, അതിനുശേഷം ആഗ്രഹം പ്രകടിപ്പിക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ വരുന്നത്. പക്ഷേ പിന്നീട് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സാണ്. ഇപ്പോൾ ദിലീപ് ആയാലും ശരി, ഷൈൻ ആയാലും ശരി, നല്ല അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ ആ മേഖലയിൽ എനിക്ക് വളരെ ഇഷ്ടമായി അവർ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളാം, ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറയും. അങ്ങനെ അവർ അടുത്ത പടം എന്നുള്ള അസിസ്റ്റന്റ് ആകും. അപ്പോഴും ഉള്ളിൽ ഈ ആഗ്രഹം വെക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും നേരത്തെ എന്നോട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനു മുമ്പേ റോള് കൊടുക്കുമായിരുന്നു അവർക്ക്. അപ്പോൾ അത് പറയാത്തോടത്തോളം കാലം നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ ഷൈൻ ആദ്യത്തെ സിനിമയിൽ തന്നെ ഇപ്പം നമ്മളിൽ തന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ഇത് അഭിനയിച്ചു. കാരണം ബസ്സിൽ കുറച്ച് ബസ്സിലിരിക്കുന്ന. അതെ. അപ്പോൾ അത് കണ്ടിന്യൂറ്റി വരുന്നതുകൊണ്ട് വേറെ ആരെങ്കിലും പിടിച്ചിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിന് പിറ്റേ ദിവസം വന്നില്ലെങ്കിൽ പ്രശ്നമാകുമല്ലോ. അപ്പം ഞാനിങ്ങനെ കണ്ടിന്യൂറ്റി വരുന്ന സമയത്തൊക്കെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ പിടിച്ചിരുത്താറുണ്ട്. അപ്പോൾ അവർ കണ്ടിന്യൂറ്റി ശ്രദ്ധിക്കും. എന്തെങ്കിലും ബാക്കി വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഡ്രസ്സിൻ്റെ കണ്ടിന്യൂറ്റി ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. അങ്ങനെയാണ് ഷൈൻ നമ്മളിൽ ചെറിയൊരു ഷോട്ടിൽ. അതിപ്പോഴും ഈ പറഞ്ഞ പോലെ ഷൈൻ ഇപ്പോൾ ഇത്രയും നല്ല ഉയർന്ന് അല്ലെങ്കിൽ ഒരു മുഖ്യധാരയിലേക്ക് വന്നപ്പോഴേക്കും പലരും ഫസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ അത് ഇടുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റില്ല അതിന്. ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ശരിക്കും ഗദ്ദാമയാണ്. ഗദ്ദാമ എൻ്റെ കൂടെ 8 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഷൈൻ ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പോയി, ഡാഡി കൂളൊക്കെ വർക്ക് ചെയ്യാൻ പോയി. പിന്നെ ട്രാഫിക് വർക്ക് ചെയ്തു.
ഈ സമയത്താണ് അങ്ങനെ എൻ്റെ പടങ്ങളിൽ നിന്ന് വിട്ടിട്ട് ഷൈൻ വേറെ 1-2 പടങ്ങൾ വർക്ക് ചെയ്യാൻ പോയപ്പോഴാണ് ഈ ഗദ്ദാമയുടെ സ്ക്രിപ്റ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് അതിൽ പ്രധാനപ്പെട്ട ഈ റോള് ഷൈൻ ചെയ്ത ബഷീർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട്, മരുഭൂമിയിലെ ഇടയനായിട്ടുള്ള ഒരു റോള് ചെയ്യാനായിട്ട് ആളെ കിട്ടിയില്ല. ഇങ്ങനെ പലരെയും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മരിച്ചുപോയ പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു, ഷഫീർ സേട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞ്, സാർ ഈ അടുത്ത കാലത്ത് ഷൈനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ സത്യത്തിൽ കണ്ടിട്ട് ഏകദേശം 1 വർഷമായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവനെ ഇടയ്ക്ക് ഫോണിൽ വിളിക്കാറുള്ളൂ എന്ന് പറയും. സാറൊന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത് വരാൻ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഷൈൻ വന്നു. അപ്പോൾ മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വെച്ചിട്ട് ആ പടത്തിൽ കണ്ട രൂപത്തിലാണ് അവൻ വന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നീ കൊള്ളാലോ, നീ എന്താ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ എന്നെ വന്ന് കാണാനില്ല, സാർ എങ്ങനെയും വെട്ടാൻ പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും മുടി വെട്ടണ്ട, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നു പറഞ്ഞു. അത് അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ വളരെ നന്നായിട്ട് അവൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഷൈൻ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. കാരണം ഷൈൻ പോലും പ്രതീക്ഷിച്ചില്ല അത്രയും വലിയൊരു ക്യാരക്ടറിനാണ് ഞാൻ ഷൈനെ വിളിക്കുന്നത് നമ്മൾ. അതുമാത്രമല്ല, ഡെസേർട്ടിലാണ് ഷൂട്ടിങ്. ആ മരുഭൂമിയുടെ അകത്ത് ഷൂട്ട് അല്ലാത്ത സീനുകളുണ്ട്, എന്നാലും കൂടുതലും അവന് വർക്ക് ഉള്ളത് ഡെസേർട്ടിലായിരുന്നു. അപ്പോൾ ആ ഡെസേർട്ടിൻ്റെ അകത്ത് ശരിക്കും ആ ക്യാരക്ടർ ആവാൻ വേണ്ടി അവൻ മരുഭൂമിയിൽ വെയിലൊക്കെ കൊണ്ട് ടാനായി, അങ്ങനെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് ആദ്യത്തെ സിനിമയിലും ഷൈൻ വന്നിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഷൈൻ്റെ 100ാമത്തെ സിനിമയാണ്. അങ്ങനെയും കൂടി ഒരു പ്രത്യേകതയുണ്ട്. 2011 ഗദ്ദാമ റിലീസാവുന്നത്. അതിനുശേഷം ഈ 13 വർഷം കൊണ്ടാണ് അവൻ 100 സിനിമ ചെയ്തു. അതെ, തുടക്കം കുറിച്ച ആളുടെ പടത്തിൽ തന്നെ ഫസ്റ്റ് ഫിലിമും 100ാമത്തെ സിനിമയും എൻ്റെ അങ്ങനെ ഒരു പ്രത്യേകത കൂടി അങ്ങനെയുണ്ട്. അപ്പോൾ അതും കൂടി ഒരു പ്രത്യേകതയാണ് അവൻ. അതിന് കാരണം ഏത് റോളും ഷൈൻ അഭിനയിക്കുന്നുണ്ട്, ചെറിയ റോൾ അഭിനയിക്കുന്നുണ്ട്, പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എണ്ണം കൂടുതലോ പടത്തിൽ. നായകനായിട്ട് മാത്രം അഭിനയിക്കുമ്പോഴാണല്ലോ ചിലപ്പോൾ ഇത്രയും പടം ചെയ്യാൻ പറ്റാതെ വരിക. അതുപോലെ തന്നെ സാറിൻ്റെ സിനിമകളിലെ പാട്ടുകൾ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം പാട്ടുകളിൽ അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ ഈ സിനിമയിൽ എങ്ങനെയാണ്? ഈ സിനിമയിൽ 2 പാട്ടേ ഉള്ളൂ. കാരണം പുതിയ കാലത്ത് നമുക്ക് പഴയമാതിരി കൂടുതൽ പാട്ടുകൾ വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറ അങ്ങനെ പാട്ടുകൾ പഴയമാതിരി സ്വീകരിക്കുന്നില്ല. കഥാസന്ദർഭമായിട്ട് ഇണങ്ങി നിൽക്കുന്ന എന്നാൽ വളരെ മെലോഡിയസ് ആയിട്ടുള്ള 2 പാട്ടാണ് ഈ പടത്തിലുള്ളത്. ബിജുബാലാണ് മ്യൂസിക് ഡയറക്ടർ, ഹരിനാരായണനാണ് ലിറിക്സ് എഴുതിയിട്ടുള്ളത്. അപ്പം എൻ്റെ സിനിമകളുടെ ഒരു സ്വഭാവമുള്ള പാട്ടൊക്കെ തന്നെയാണ്. അല്ലാതെ പുതിയ കാലത്തെ പാട്ടുകളോട് എനിക്കിഷ്ടമുണ്ട്, നല്ല പാട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു ആഗ്രഹം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമയിൽ ഏത് പാട്ടുണ്ടെങ്കിലും ഒരു മെലഡി ഉണ്ടാവണം എന്നുള്ളതാണ്. മെലഡി ഇല്ലാണ്ട് വെറുതെ ഒച്ചമുള്ള പാട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം ആൾക്കാരുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞാൽ ആൾക്കാർ മറന്നു പോകും. അപ്പം നമ്മൾ അടിച്ചുപൊളി പാട്ട് ചെയ്തപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കറുപ്പിനഴുകുന്നുള്ള പാട്ടിലുണ്ട് മെലഡി, കവിത പോലെയുണ്ട്. അപ്പോൾ അടിച്ചുപൊളിയാണ്. അപ്പോൾ അതിൽ പോലും അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അത് എനിക്ക് തോന്നുന്നത് കാലം കഴിഞ്ഞിട്ടും കുറേ കാലം കഴിഞ്ഞിട്ടും ആൾക്കാർ ഓർത്തിരിക്കാൻ ഇടയാവുന്നത്. ഇപ്പോൾ പാട്ടുകളാണെങ്കിലും സിനിമകളുടെ പേരിനെ കുറിച്ചാണെങ്കിലും അതിലൊരുപാട് അതീവ ശ്രദ്ധ പുലർത്തുന്ന ആളാണ്. സാറിൻ്റെ പേരിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. സാറിൻ്റെ പേര് കമാലുദ്ദീനിൽ നിന്നും കമലിലേക്ക് എങ്ങനെയാണ് മാറ്റപ്പെട്ടത്? അത് എത്രയോ കാലം മുമ്പ് തന്നെ അങ്ങനെ ആയതാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ വീട്ടിലൊക്കെ എന്നെ കമലു എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. അത് എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ കമലു എന്ന് വിളിച്ചിട്ടല്ലാണ്ട് കമാലുദ്ദീൻ അല്ലെങ്കിൽ കമാൽ എന്നാരും വിളിക്കാറില്ല. അതിങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ കൊഞ്ചിച്ചൊക്കെ വിളിക്കണ മാതിരി ഗ്രാൻഡ് മദറൊക്കെ കമലു എന്ന് വിളിച്ച് പിന്നെ വലുതായി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാവന്മാരൊക്കെ എന്നെ കമലിനെ വിളിക്കുകയുള്ളൂ. അതെന്താണ് കാരണം എന്ന് എനിക്ക് തന്നെ അറിയില്ല. പ്രധാനമായിട്ട് എൻ്റെ അമ്മാവൻ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്ന അമ്മാവനുണ്ട്, പടിയൻ. പുള്ളി എന്നെ കമലെന്ന് പറഞ്ഞ് വിളിക്കും. അദ്ദേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ തിരക്കഥ ത്രാസ് എന്ന്. അങ്ങനെ പുള്ളിയാണ് പറഞ്ഞത് ആ ത്രാസിൻ്റെ സമയത്ത് എടാ കമാലുദ്ദീൻ എന്നുള്ള പേരിടണ്ട, അതിങ്ങനെ പെട്ടെന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, നമുക്കൊരു കോമൺ പേര് മതി, എൻ്റെ ഒരു പേരുണ്ടല്ലേ കമൽ എന്നുള്ള, അത് തന്നെ ഇട്ടാൽ മതി. അങ്ങനെ ടൈറ്റിലിൽ പുള്ളിയാണ് കമൽ എന്നുള്ള പേരിട്ട്. സ്ക്രീനിൽ ഫസ്റ്റ് മുതലേ കമൽ എന്നുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തന്നെ കമൽ എന്നാണ്. ഒരിക്കലും കമാലുദ്ദീൻ ടൈറ്റിൽ ഇതുവരെ ഒരു സിനിമയ്ക്കും വന്നിട്ട്. മിഴിനീർ പൂവുകളിൽ തുടങ്ങി ഇന്നിപ്പം വിവേകാനന്ദൻ വൈറലാണ് വരെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് സിനിമകൾ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടി, അതുപോലെ ഒരുപാട് അവാർഡുകൾ നേടിയ സാറ്. ആ പഴയ കാലഘട്ടവും ഇവിടേക്കും വരുമ്പോൾ ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സിനിമ ഒരുപാട് മാറിയിട്ടില്ലേ? അല്ല, പല രീതിയിലും സിനിമ മാറിയല്ലോ. അത് വളരെയധികം മാറിയില്ല. ടെക്നിക്കലാണെങ്കിൽ നമുക്കറിയാം, പണ്ട് ഫിലിമിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നത് അത് മാറിയിട്ട് ഇപ്പോൾ മറ്റേ ഡിജിറ്റലാണ്. അത് തന്നെ ടെക്നിക്കലായിട്ട് കംപ്ലീറ്റ് മാറി, അത് ഓക്കെ. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ സമൂഹമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സ്വീകരിക്കുന്ന പ്രമേയങ്ങളും മാറുമല്ലോ. ഇപ്പം നമ്മൾ 70കളിൽ സിനിമയിലുണ്ടായിരുന്ന വിഷയം അല്ല 80കളിലും 90കളിലൊക്കെ വന്നത്. ആ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ മാറും, അവൻ്റെ പരിസരങ്ങൾ മാറും. അതൊക്കെ സിനിമയുടെ കഥ ഉണ്ടാക്കുന്നതിന് സ്വാധീനിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇമോഷൻസ് തന്നെ മാറുന്നുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന പല ഇമോഷൻസും, പണ്ട് സിനിമയിൽ നമ്മൾ ആഘോഷിച്ചിട്ടുള്ള പല ഇമോഷൻസോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ഇന്ന് ഒട്ടും റിലവൻ്റ് അല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ,
നമ്മൾ 90കളിലൊക്കെ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഈ ത്യാഗം ചെയ്യുന്ന നായകന്മാരായിരുന്നു. കേരളത്തിൽ മലയാളം സിനിമയിൽ മാത്രമല്ലല്ലോ, ഹിന്ദി സിനിമയിലായാലും തമിഴ് സിനിമയിലൊക്കെ ചെയ്ത് നായകന്മാർ ത്യാഗം ചെയ്യണം, പല രീതിയിലും ത്യാഗം ചെയ്യണം. കുടുംബത്തിന് വേണ്ടിയാവും അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയാവും ഒക്കെ ത്യാഗം ചെയ്യുന്ന നായകന്മാരെ ആഘോഷിച്ചിരുന്ന ഒരു സമയത്ത് ഇന്ന് ചില സിനിമയിലെ പണ്ടെന്ന് നമ്മൾ ആഘോഷിച്ചിരുന്ന സിനിമയിലെ ത്യാഗം ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇന്ന് ചിലപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ അശ്ലീലമായിട്ട് തോന്നും. അതല്ലെങ്കിൽ പുതിയ തലമുറ ഇയാൾക്ക് എന്ത് തലക്ക് ഭ്രാന്താണെന്ന് തോന്നുന്ന രീതിയിലേക്ക് തോന്നുന്ന കഥാപാത്രങ്ങളെ നമുക്കിപ്പോൾ കാണാറുണ്ട്. അപ്പോൾ ജനത്തിന് സമൂഹത്തോടുള്ള ജീവിതത്തോടുള്ളൊക്കെ കാഴ്ചപ്പാട് മാറുന്നതിനനുസരിച്ച് സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും മാറും. ഇപ്പോൾ പുതിയ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത്. കംപ്ലീറ്റ് ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ നമ്മുടെ സാധാരണ ജീവിതത്തെ അത്രമാത്രം സ്വാധീനിക്കുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു സീനിൽ മൊബൈൽ ഫോൺ വരികയോ മൊബൈൽ കോൾ വരികയോ ഒക്കെ ചെയ്യുന്നതുണ്ടാവും. പണ്ട് നമുക്കറിയാലോ, ഇപ്പോൾ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് ലാൻഡ് ഫോൺ മാത്രം ആശ്രയിച്ചപ്പോൾ ഒരു ഫോൺ കോൾ ഉണ്ടാക്കുന്നതിൻ്റെ കഥകൾ നമുക്ക് ഒരുപാട് സിനിമ, രാംജി റാവു സ്പീക്കിങ്ങിൽ ഫോൺ വിളിക്കുന്നത്, പിന്നെ അങ്ങനെ ഒരു കഥ ചിന്തിക്കാനേ പറ്റും. ഇന്ന് അങ്ങനെ ഇല്ലല്ലോ, ഫോണിൻ്റെ കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ മറ്റേ പ്രിയൻ്റെ ഒരു പടം ഉണ്ടല്ലോ, വന്ദനം എന്ന് പറഞ്ഞ സിനിമ, അതിൻ്റെ ക്ലൈമാക്സ് തന്നെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ലൈമാക്സ് ഉണ്ടാവില്ല. അപ്പോൾ അത് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ കാലത്തിലും ഓരോ രീതിയിലേക്കാണ് കഥ മാറുന്നത്. ഇപ്പോൾ വിവേകാനന്ദൻ വൈറലാണ് എന്നുള്ള സിനിമയിലേക്ക് വരുമ്പോൾ ഈ കാലത്ത് നടക്കുന്ന കഥയാണ്. അതായത് ഈ 2023-24 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കാവുന്ന കഥ, നടന്നുകൊണ്ടിരിക്കുന്ന കഥ, പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെങ്കിലും കുറേ ചെറുപ്പക്കാരെയെങ്കിലും ഈ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ വിവേകാനന്ദന്മാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പിന്നെന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് പലരെയും പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് ഇതിൽ നമ്മുടെ വിവേകാനന്ദനിലേക്ക് വരുമ്പോൾ അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ, അയാളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഈ വിവേകാനന്ദ ലൈഫിലേക്ക് വരുന്ന ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ സാർ ഒരുപാട് സിനിമകളിലും ഈ പറഞ്ഞ പോലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, കാക്കോത്തിക്കാവിലെയൊക്കെ തുടങ്ങിയിട്ട്. പക്ഷേ അന്നത്തെ കാലത്തിനെ സംബന്ധിച്ച് ഇന്ന് സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. റിയൽ ലൈഫിൽ സ്ത്രീകളെ നമ്മൾ ചിലപ്പം മോശമായ രീതിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കാറുണ്ടെങ്കിൽ കൂടി ഇന്നത് സിനിമയിൽ കാണിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് സിനിമ മാറിയിട്ടുണ്ട്. അതിനെ സാറ് എങ്ങനെ വിലയിരുത്തുന്നു? നമ്മൾ ഓരോ കാലത്തും സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നമുക്കറിയാലോ, ആദ്യകാലത്തൊക്കെ സ്ത്രീകൾ ഭയങ്കര ത്യാഗികളായിട്ടുള്ള സ്ത്രീകൾ, ത്യാഗം ചെയ്യുന്ന നായകന്മാരെ കഥ പറഞ്ഞ വരി തന്നെ, പിന്നെ ദുഃഖപുത്രിമാർ, ഇങ്ങനെയൊക്കെയുള്ള നായികമാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ ഒരു കാലം 90കളിലൊക്കെ സിനിമയിലുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വീട്ടകങ്ങളിലെ നായികമാരുണ്ടായിരുന്നു അല്ലേ, വീട്ടമ്മമാർ, അവരുടെ പ്രശ്നങ്ങൾ, ഈ സീരിയലിൻ്റെയൊക്കെ സ്വാധീനം സിനിമയിലുണ്ടായിരുന്ന ഒരു കാലമുണ്ടല്ലോ. അതിൽ നിന്ന് മാറി പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ 2000-ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ബോൾഡായിട്ടുള്ള, കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ള നായികമാർ, പക്ഷേ അവസാനം വരുമ്പോഴും അവർ സാധാരണ നായികമാരായിട്ട് മാറുന്ന രീതിയിലേക്കുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അതിനൊക്കെ ശേഷം, ഇപ്പോൾ അതും സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ്. നമ്മൾ പല കാര്യങ്ങളിലും സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങി. കാരണം അവരുടെ കുറിച്ച്, അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണകളിലേക്ക് വന്നു. ഇപ്പോൾ സ്ത്രീകൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ആയാലും ശരി, അവരുടെ സ്വത്വത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാവുകയും അതിന് റിയാക്ട് ചെയ്യാനും തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്. മുൻകാലങ്ങളിൽ സിനിമയിൽ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും ഇത്രമാത്രം സ്ത്രീ വിരുദ്ധമായിരുന്നു എന്നുള്ളത് ജനങ്ങൾ, സിനിമാക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ഒരു പക്ഷേ അന്ന് അത് എഴുത്തുകാരോ അല്ലെങ്കിൽ സംവിധായകരോ അഭിനയിക്കുന്നവരോ ഒന്നും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ അത്ര ചില സിനിമകളിലുള്ള സ്ത്രീവിരുദ്ധ ഡയലോഗുകളൊക്കെ ചിലപ്പോൾ അന്നത്തെ എഴുത്തുകാരെ എഴുതൂലായിരുന്നു, സംവിധാനം ചെയ്യില്ലായിരുന്നു, അഭിനയിക്കില്ലായിരുന്നു ആക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നില്ല. അങ്ങനെ കോൺഷ്യസ് ആവാൻ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകരും കോൺഷ്യസ് ആവാൻ തുടങ്ങി. അപ്പോൾ ഈ നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ എല്ലാ മേഖലയിലും വന്നപ്പോൾ സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പുതിയ കാലത്ത് നിയമം കൊണ്ട് പോലും സ്ത്രീ വിരുദ്ധമാകുന്നത് ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണുള്ളത്. അപ്പോൾ എല്ലാ സിനിമയിലുള്ളവർ മാത്രമല്ലല്ലോ, പബ്ലിക്കും അതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സിനിമയിൽ പാടില്ല എന്നുള്ളതാണ് അന്നും ഇന്നും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞെന്ന് മാത്രം. ഇന്ന് അല്ല, നമ്മളെന്ന് വെച്ചാൽ സമൂഹം അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അത് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂല്ലോ. പക്ഷെ എനിക്ക് എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എൻ്റെ സിനിമകളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനങ്ങനെ ഒരുപാട് സ്ത്രീവിരുദ്ധമായിട്ടുള്ള സിനിമകളൊന്നും ചെയ്തിട്ടില്ല. കഥാപാത്രങ്ങളെ തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്ത്രീവിരുദ്ധമായ സംഭാഷണങ്ങൾ പോലും വളരെ അപൂർവമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ആകെ എൻ്റെ സിനിമയിൽ അങ്ങനെ കാണാൻ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ, അയാൾ കഥ എഴുതുകളിൽ സാഗർ കോട്ടപ്പുറം പറയുന്ന കുറേ കാര്യങ്ങളാണ്. അത് സാഗർ കോട്ടപ്പുറം ആയതുകൊണ്ട് ചിലപ്പോൾ വന്നു പോയതായിരിക്കും.
അന്നും ഇതിനെക്കുറിച്ചൊന്നും അത്ര ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സാഗർ കോട്ടപ്പുറമാതിരി അത്ര അഴിഞ്ഞാടുന്നൊരു കഥാപാത്രം അത്തരം സംഭാഷണങ്ങൾ പറയുന്നതെന്ന് അപ്പുറത്ത് ബോധപൂർവമായിട്ട് സ്ത്രീയെ മോശമാക്കുന്ന ഒരു സംഭാഷണമോ ഒരു സീനോ എൻ്റെ സിനിമയിലുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഇനി ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പഴയ കാലങ്ങളിലെ പാട്ട് പോലെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ഇന്നത്തെ റിയാലിറ്റി ഷോസ് തന്നെയാണ്. കാരണം ഇന്നും നല്ല പാട്ടുകൾ തിരഞ്ഞെടുത്ത് പാടാൻ പറയുമ്പോൾ നമ്മളിപ്പോഴും 80s 90s പോവുകയാണ്. നമ്മുടെ പാട്ടുകളുടെ ആ ഒരു ഭംഗി അല്ലെങ്കിൽ ആ പഴയ മെലഡിയായിട്ട് വരുന്ന അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, നമുക്കതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ കാലത്തും ഓരോ ടൈപ്പ് സംഗീതമാണ് ഓരോ തലമുറയ്ക്ക് പിടിക്കുക. ഇപ്പോൾ പുതിയ തലമുറ കൂടുതലും മലയാളം പാട്ടുകൾ മാത്രമല്ലല്ലോ കേൾക്കുന്നത്, വിദേശ പാട്ടുകൾ കേൾക്കുന്നു, ഹിന്ദി സോങ്സ് കേൾക്കുന്നു, തമിഴ് ഒരുപാട് വെറൈറ്റി സോങ്സ് കേൾക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ നാട്ടിൻ്റെ ഈ തനത് സംഗീതത്തെക്കാളും അവർക്ക് പ്രിയപ്പെട്ടത് പുതിയ കാലത്തെ സംഗീതമായിരിക്കും. പക്ഷേ എന്നും ഇതിന് നമ്മൾ പറയില്ല, ഒരു ആത്മാവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏത് ദേശത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നതാണ്. ആ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നമ്മുടെ പാട്ടുകളും ഉള്ളത്, നമ്മുടെ സംഗീതം ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ആ സംഗീതം നമ്മുടെ ഒരു റൂട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അത് കാലത്ത് അതിജീവിക്കുന്നത്. ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ എന്തുകൊണ്ട് കുട്ടികൾ പഴയ പാട്ടുകൾ പാടുന്നു പറഞ്ഞാൽ അവരുടെ അമ്മൂമ്മമാരൊക്കെ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള പാട്ടാണ് ചെറിയ കുട്ടികളെ സംബന്ധിച്ചോളം ഇവർ ഈ പാടുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു മാർക്ക് ഇടുക എന്ന് പറയുന്നത് പാടാൻ ബുദ്ധിമുട്ടുള്ള പാട്ടുകൾ, രാഗം ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ ഇപ്പോഴത്തെ ഈ അടിപൊളി പാട്ടുകൾ മാത്രം പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗറുടെ ടാലൻറ്റ് പുറത്തേക്ക് വരില്ല. അപ്പോൾ അതിപ്പോൾ ഒരു അടിച്ചുപൊളി പാട്ട് ഏത് സിംഗർക്കും പാടാമെന്നുള്ള ഒരു ലൈനിലുണ്ട്. അതേസമയം ഒരു രാഗം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ സംഗീതം പഠിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ പുതിയ കാലത്തെ കുട്ടികളും ഏറ്റവും പഴയ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിന് കാരണം അതായിരിക്കാം. പിന്നെ അതിങ്ങനെ മറ്റൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ റിയാലിറ്റി ഷോയിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ സംഗീത പരിപാടികളുടെയൊക്കെ പ്രേക്ഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എബോവ് 30 ആയിട്ടുള്ള വീട്ടമ്മമാർ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പുരുഷന്മാരൊക്കെയാണ് അതിൻ്റെ കൂടുതലും പ്രേക്ഷകർ എന്ന് പറയുന്നത്. അവർക്കിഷ്ടം അവരുടെ നൊസ്റ്റാൾജിയുള്ള പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രേക്ഷകരെയും കൂടി ഉദ്ദേശിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അത്തരം പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്. സാർ ഇതുവരെ സാർ എടുത്തിട്ടുള്ള സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിമിങ്ങും പിന്നെ BGM എടുത്തു പറയാം. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം ഇത് മൂന്നും കൂടെ ഒന്ന് കൂട്ടിക്കലർത്തി പറയുമ്പോൾ മറ്റുള്ള സിനിമകളിൽ നിന്ന് വിവേകാനന്ദൻ വൈറലാണ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ ഫോട്ടോഗ്രാഫിയൊക്കെ വരിക. ഈ സിനിമ എന്താവശ്യപ്പെടുന്നു അതാണ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാണ്ട് അതുകൊണ്ട് ഗിമ്മിക്ക് കാണിക്കുക ഞാൻ ഒരിക്കലും അതിൻ്റെ പുറകെ പോകുന്ന ഒരാളല്ല. കാരണം ക്യാമറ കൊണ്ട് ഗിമ്മിക്ക് കാണിക്കുക അല്ലെങ്കിൽ അനാവശ്യമായ ഷോട്ടുകൾ എടുക്കുക, അതിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ക്യാമറ വയ്ക്കുക, ഫ്രെയിം ചെയ്യുക എന്നൊക്കെയുള്ള സംഭവമില്ല. വളരെ നീറ്റായിട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾക്ക് എന്താ പറയുക ഫ്രെയിമിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫോട്ടോഗ്രാഫി വന്നിട്ടുള്ളത്. മ്യൂസിക്കിലേക്ക് വന്ന ബിജിപാലാണ് ഇതിൻ്റെ സോങ്സ് ചെയ്തിരിക്കുന്നത്, RR ചെയ്തിരിക്കുന്നത് ബിജിപാൽ തന്നെയാണ്. ബിജിയെ സംബന്ധിച്ചോളം ആൾ വളരെ മ്യൂസിക് കൃത്യമായിട്ട് അറിയുന്ന വളരെ സെൻസിബിൾ ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഓരോ സിനിമയുടെ സ്വഭാവത്തിനനുസരിച്ച് അത് ആവശ്യപ്പെടുന്ന സംഗീതം കൊടുക്കുക എന്നുള്ളത്. അല്ലാണ്ട് പലപ്പോഴും RR എന്ന് വിചാരിക്കും ഒച്ചയും ബഹളമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ മ്യൂസിക് ചെയ്യുന്നതാണ് RR ഗംഭീരം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതങ്ങനെയല്ല. ബിജിപാൽ അയാൾക്ക് ഈ സിനിമയുണ്ട് എന്താണ് നമ്മൾ ഡയറക്ടർ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ സിനിമ ആവശ്യപ്പെടുന്നത് ആ മ്യൂസിക് ചെയ്യുന്നുള്ളതാണ് ബിജിയുടെ ഒരു നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈ സിനിമയിലും കാണാൻ കഴിയും. ബിജിയുടെ അതിമനോഹരമായിട്ടുള്ള RR ആണ് ഇതിലുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും. പിന്നെ ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിവേകാനന്ദനോടൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് വിവേകാനന്ദൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന 4-5 സ്ത്രീ കഥാപാത്രങ്ങൾ. അതിൽ വിവേകാനന്ദൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന സ്വാസിക ചെയ്യുന്ന ക്യാരക്ടറുണ്ട്. വിവേകാനന്ദൻ്റെ ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറയാവുന്ന രീതിയിൽ വേറൊരു സാഹചര്യത്തിൽ വിവേകാനന്ദൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ഡയാന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അതാണ് ഗ്രേസ് ആൻ്റണി ചെയ്യുന്നത്. അല്ലാതെ വന്നു പോകുന്ന 2-3 വേറെ സ്ത്രീ ക്യാരക്ടേഴ്സ് അവർക്കൊക്കെ സ്പേസും ഉണ്ട്, ഇമ്പോർട്ടൻസും ഉണ്ട്. ഇവരെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കഥ നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സ്ത്രീ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിവേകാനന്ദനിലൂടെ നമ്മൾ കഥ തുടങ്ങിയിട്ട് ഒരു ഘട്ടം എത്തുമ്പോൾ സ്ത്രീകൾ കഥ ഏറ്റെടുക്കുകയാണ്. ഈ കഥ സ്ത്രീകളെ ഏറ്റെടുക്കുകയാണ്. പിന്നെ വിവേകാനന്ദനേക്കാളും സ്ത്രീകളിലൂടെയാണ് നമ്മൾ കഥ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതിലൂടെ സ്ത്രീ കഥാപാത്രങ്ങൾ എങ്ങനെ ശക്തരാകുന്നു എന്നുള്ളതും കൂടിയാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ സാറിൻ്റെ ഓരോ സിനിമകളും സാർ നേരത്തെ തന്നെ പറഞ്ഞു സിനിമയ്ക്ക് അനുയോജ്യമായ ലൊക്കേഷനാണ് സെലക്ട് ചെയ്യാറുള്ളത്. ഇപ്പം ലേറ്റസ്റ്റ് സിനിമ ഇത് സാറ് ഇടുക്കിയാണ് ലൊക്കേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം ഈ സിനിമയ്ക്ക് ഇടുക്കി ആവശ്യമായത്?
അല്ല, ഇടുക്കി ആവുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഒരു മലയോര ഗ്രാമം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിന് പറ്റിയ സ്ഥലം നമുക്ക് തൊടുപുഴയും ഇടുക്കിയിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ കഥയുടെ ഒരു പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത്, അങ്ങനെ ഒറ്റപ്പെട്ട ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ ഗ്രാമത്തിൽ സാധാരണ മനുഷ്യർക്ക് ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ ജോലി ചെയ്യുന്നത് നഗരത്തിലാണ്, എറണാകുളത്ത്, കൊച്ചിയിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് അയാൾ ഇങ്ങോട്ട് വരിക. തിങ്കളാഴ്ച രാവിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി 4-5 മണിക്കൂർ യാത്ര ചെയ്ത് എത്തുന്ന ദൂരത്തിൽ ഇയാൾ വരിക. വീക്കെൻഡ്സിൽ തിരിച്ചു പോവുക. ശനിയാഴ്ച ഓഫീസ് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഈ മലയോര ഗ്രാമത്തിലേക്ക് അയാളുടെ ജന്മദേശത്തേക്ക് പോകും. തിങ്കളാഴ്ച വീണ്ടും പോകും. അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നഗരത്തിലേക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് വേണമെങ്കിൽ എനിക്കിപ്പോൾ മലപ്പുറത്തുനിന്നോ എവിടെന്നെങ്കിലും വരാം. അപ്പോൾ പക്ഷേ കുറച്ചും കൂടി ഇയാൾക്ക് യാത്ര ചെയ്യാനും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യമൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നു എന്ന് ആലോചിച്ചത്. അത്രേ ഉള്ളൂ അതിൻ്റെ പ്രാധാന്യത. പക്ഷേ ഈ യാത്രകൾ വളരെ പ്രധാനപ്പെട്ടാണ്. വിവേകാനന്ദൻ്റെ യാത്രകളും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ടത്. വിവേകാനന്ദൻ കൂടുതലും സ്ട്രഗിൾ ചെയ്യുന്നത് കൊച്ചിയിലാണോ അതോ ഇടുക്കിയിലാണോ? നമ്മൾ സ്പേസ് പറയണേ കൊച്ചിയിലായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിന് ശേഷം കഥ നടക്കുന്നത് കൂടുതലും മലയോര ഈ ഗ്രാമത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ അതിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും മനസ്സിൽ തങ്ങത്തക്ക വിധം സാർ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും, ചിത്രീകരിച്ചിട്ടുണ്ടാവും, അത്രയേറെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. കൗമുദിയുടെ പ്രേക്ഷകരോട് സാറിന് എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? ഞാനൊരു ഇടവേളയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. ഇടവേളകൾ മനഃപൂർവ്വം ഉണ്ടാകുന്നതല്ല, പല സാഹചര്യം കൊണ്ടാണ്. ഈ ഒരു 4.5 വർഷമായി ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തിട്ട്. അപ്പോൾ ഇതിനിടയിൽ സിനിമ ഒരുപാട് മാറി, പ്രേക്ഷകരും മാറി. അപ്പോൾ ഈ സിനിമ വിവേകാനന്ദൻ വൈറലാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് പുതിയ കാലത്തിന് അഡ്രസ്സ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ പ്രേക്ഷകർ ഈ കാലത്ത് നിന്നുകൊണ്ട് ഈ സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് കൗമുദിയിലെ പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.